ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള രാജപുരത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോം ടൗൺ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേ മുട്ടി? ഒരു നല്ലൊരു യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത്. 2024 തുടങ്ങാൻ വേണ്ടി പോവല്ലേ. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാക്കണം, ഒരു ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ഒരു ജോലിക്കാരൊക്കെ ആവശ്യമുള്ളവർ ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് എൻ്റെ നാട്ടിലൊരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം. അത് നമ്മുടെ നാടെന്ന് കണ്ടു കേട്ടോ. ഇതാണ് രാജപുരം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നാട്. അപ്പോൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ രാജപുരത്ത്, അതായത് നമ്മുടെ കാഞ്ഞങ്ങാട് നിന്നും ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ നേരെ വരുന്ന രാജപുരത്താണ്. അപ്പോൾ രാജപുരത്ത് നേരെ ബസ് സ്റ്റോപ്പിൻ്റെ, അതായത് പാണത്തൂർ പോകുന്ന ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ഹോം നഴ്സിംഗ് സർവീസ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയും അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിലും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു സ്ഥാപനം അന്വേഷിച്ച് വരുന്നവർക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാഞ്ഞങ്ങാടിൽ നിന്നും ബസ്സിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പാണത്തൂർ റൂട്ടിലേക്കുള്ള രാജപുരം ബസ് സ്റ്റോപ്പിലെ നേരെ ബാക്കിൽ കാണുന്ന ഷൈൻ ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണും. അത് ഈ ചേട്ടൻ തന്നെ ഷോപ്പാണ്. എനിക്ക് അത്രയും അറിയുന്ന ഒരു ചേട്ടനോടെയാണ് കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇതുവഴി കയറണം കേട്ടോ. അപ്പോൾ ഇതുവഴി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് കേട്ടോ. നമ്മുടെ നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് സ്വാതന്ത്ര്യം ഹോം നഴ്സിംഗ് സർവീസിൻ്റെ ഓഫീസ്. ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു താങ്ങായി നിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയാലോ. ഇനി സ്വാതന്ത്ര്യം ഹോം നഴ്സിംഗ് സർവീസിൻ്റെ ഓണർ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരു ചേട്ടനാണ്, നമ്മുടെ നാട്ടുകാരൻ കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടനെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കാസർഗോഡുകാർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. കാരണം ഇത് നമ്മുടെ കാസർഗോഡുകാർക്ക് മാത്രമല്ല, കേരളം ഒട്ടാകെ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനവും നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടുത്താം. ഇത് ജോബി ചേട്ടായാണ്. എനിക്ക് അത്രയും ഒരുപാട് നാളായിട്ട് അറിയുന്നതാണ്. ഈ ചേട്ടായി ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ. ചേട്ടൻ നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യമെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഈ മലയോര മേഖലയിലെ ഇത് ആദ്യത്തെ സ്ഥാപനമാണ്. 25 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനൊരു സ്ഥാപനം ഇല്ല. ഫസ്റ്റായിട്ട് നമ്മളിവിടെ തുടങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മുടെ ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വീട്ടുജോലി, രോഗി പരിചരണം, ശിശു പരിചരണം, പ്രസവാനന്ത ശുശ്രൂഷ. ഇതിന് നമ്മളെ ജോലിക്കാരെ നമ്മൾ ഇഷ്ടം ആൾക്കാർക്ക് ആവശ്യാനുസരണം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തുടങ്ങിയിട്ട് ഞങ്ങളൊരു 3 മാസം ആവുന്നു. ആ 3 മാസത്തിൽ നമ്മൾ ഏകദേശം ഒരു 10-12 ജോലിക്കാരെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടായി. പിന്നെ 10-20ഓളം ആൾക്കാർ ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജോലിക്കാർ. പിന്നെ കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്, ബുക്കിംഗ് ഉണ്ട്. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും മൊത്തം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല സംരംഭമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം അതാണ്. അതൊരു നല്ല ഒരു തുടക്കം ആണ്. ചേട്ടാ, ഇവിടെ ഒരുപാട് പേര് ജോലിയൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ടോ? അതായത് ഹോം നേഴ്സായിട്ട് എങ്ങനെ നമ്മുടെ കാസർഗോഡ് തന്നെ ഉള്ളവരാണോ അതോ കാസർഗോഡ് നിന്ന് പുറത്തുള്ളവരാണോ? കാസർഗോഡ് ജില്ലയിലുള്ള തന്നെ ഏകദേശം ആൾക്കാർ നമ്മളിപ്പോൾ മലയോര മേഖലയിലുള്ള ആൾക്കാരെ മതി. അതിൽ ഇവരെല്ലാം ഒത്തിരി ആൾക്കാർ നമ്മൾ പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ, അത് കാഞ്ഞങ്ങാട് കണ്ണൂരൊക്കെ ജോലി തരുന്നതാണ്. അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടുന്നു. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയതുകൊണ്ട് അവർക്ക് അതൊരു ഉപകാരമാണ്. അവർക്ക് വീട്ടിൻ്റെ അടുത്താണ്, നല്ലൊരു ഇതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളും ജോലി ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പം ജോലി അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ ജോലി കൊടുക്കാൻ സാധിക്കും. ഓക്കെ. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാടിന് അടുത്ത് തന്നെ നമുക്ക് ഇതുപോലത്തെ ജോലി കിട്ടുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വീട്ടിൽ പോയി വരുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ അല്ലാതുള്ള സർവീസ് ഇല്ലേ, അതായത് രോഗി പരിചരണം, നമുക്ക് ഒരു സ്റ്റാഫുകളെ ആവശ്യമുണ്ടെന്നുള്ളത്, അതെങ്ങനെ നമ്മുടെ കാസർഗോഡ് മാത്രമാണോ കേരളത്തിന് പുറത്തേക്ക്? ഇല്ല, നമ്മളിപ്പം ബാംഗ്ലൂർ ഇപ്പം ഞങ്ങൾ ഒരു ശിശു പരിചരണത്തിന് ആളെ ജനുവരിയിൽ നമുക്ക് 7-ാം തീയതി വിടുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തേക്ക് വിടുന്നുണ്ട്. അത് ശിശു പരിചരണമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നമുക്ക് വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ട് ആൾക്കാരെ അവൈലബിൾ ആകുന്നതനുസരിച്ച് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വ്യക്തമായി ഈ ഒരു, അതായത് ഹോം നഴ്സിംഗ് സർവീസിൽ ട്രെയിനിങ് എടുത്തവരെയാണോ എടുക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണോ? ഇത് കൂടുതൽ ഇതിനകത്ത് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും എക്സ്പീരിയൻസ് ഉള്ള ജോലി ചെയ്തവരോടാണ്. നമ്മളിപ്പോൾ വരുമ്പോൾ 5-10 വർഷങ്ങളായിട്ട് ഈ സർവീസിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്, അവർക്ക് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം വിടുന്ന ആൾക്കാരെ വെച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായങ്ങളാണ് 2 മാസമായിട്ട് ഈ വിടുന്ന ജോലിക്കാരെ കുറിച്ച് പറയുന്നത്. അവർക്കൊക്കെ ആണെങ്കിലും നല്ല ഇതാണ്, സർട്ടിഫിക്കേഷൻ ആണ് എല്ലാവരും. ഓക്കെ, എല്ലാവരും ഇവിടെ നിന്ന് ജോലിക്ക് പോയിട്ട് ആരെങ്കിലും, അതായത്
മറ്റേ നമ്മൾ ഓപ്പോസിറ്റ് അതായത് ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ അവർ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണെന്ന് അവര് നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇന്നലെ തന്നെ ഞാൻ വിട്ടൊരു പൈസ നല്ലൊരു ചേച്ചിനെ വിട്ടിരിക്കുന്നത്, അവർ വീട്ടിൽ ജോലിക്ക് വിട്ടാണ്. അങ്ങനെ നല്ലൊരു പ്രതികരണമാണ് മൊത്തത്തിൽ. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. ഇത് എത്ര പ്രായം തൊട്ട്, അതായത് യങ്സ്റ്റേഴ്സ്, അതായത് പ്രായമുള്ളവർ, അങ്ങനെയൊക്കെ ചിലർക്ക് ഇല്ല. നമ്മളൊരു 20-25 വയസ്സ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാരെ 55-60 വയസ്സുള്ള ആൾക്കാർ വരെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഹെൽത്തിയാണ്, ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ജോലി തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അവർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പം പ്രസവാനന്ദ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏജ് ഉള്ളവരാണ് വേണ്ടത്. ഒരു 40 ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഒന്ന് എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതൊക്കെ ഈ സ്ഥാപനത്തിന് നല്ല ഒരു ഇതാണ്. എങ്ങനെയാട്ടാ ജോബി ചേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. ചേട്ടാ ഈ ഒരു ഫീൽഡിലല്ലായിരുന്നു ശരിക്കും പറയുന്നില്ല. ഈ ഒരു അതായത് ഇങ്ങനെ ഒരു സർവീസ്, അതായത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ എങ്ങനെയായിരുന്നു ഒരു മോട്ടീവ്? അത് എൻ്റെ ഒരു അനുഭവം തന്നെയാണ്. ആക്ച്വലി എൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു സർവന്റിനെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ആലക്കോട് നിന്നായിരുന്നു എടുത്തിരുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ആലക്കോട് നിന്ന് വന്നു പോകുന്ന അവർക്കൂടെ ദൂരങ്ങൾ, അതുപോലെ തന്നെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതേപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഒരു ഇങ്ങനെ ജോലിക്കാരെ അന്വേഷിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്താണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചത്. പിന്നെ എൻ്റെ ലൈസൻസ് കാര്യങ്ങളുണ്ട്. ഒരു 3 മാസത്തെ പിന്നെ ലേബർ ലൈസൻസ്, ഒത്തിരി പണികളുണ്ട്, പോലീസ് വെരിഫിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു 3 മാസം കൊണ്ടാണ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ആക്കിയത്. അങ്ങനെ എല്ലാം ആക്കി ഞാനത് തുടങ്ങണം എന്നുള്ളൊരു അതിയായ മോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ തുടങ്ങി. അതെന്താണ് സക്സസ് ആണ് നിലവിൽ. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സർവീസ് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ടുള്ളവരുണ്ടാവും. അപ്പം ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ഹോം നേഴ്സിംഗ് സർവീസിന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സ്ക്രീനിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ജോബി ചേട്ടൻ്റെ ഡയറക്റ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, എല്ലാ നമ്പറും ഞങ്ങൾ വെച്ചേക്കാം. നിങ്ങൾ കയറി വിളിക്കുക. അതും അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. കാരണം ഒരു ജോലിക്ക് വരുമ്പോൾ തന്നെ അല്ലേ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ വരരുത്. നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച് അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പറഞ്ഞാൽ പിന്നെ ജോലിക്കാരെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ജോലിക്കാരെ സപ്ലൈ ചെയ്യും. ജോലി ആവശ്യമുള്ളവർക്ക് അത് മെയിൽ ആൻഡ് ഫീമെയിൽ 2 പേർക്കുണ്ട്. ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്ന ചോദ്യം ഉണ്ട്. 2 പേരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങള് ജെൻസ് മെയിൽ ഞങ്ങളിപ്പോ 2 പേരുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ ഒരു 8 പേരോളം ജോലിക്ക് വിട്ടിട്ടുണ്ട്. അതെ, മൊത്തം ഒരു 12 പേരുണ്ടല്ലോ. ഈ ഇവർക്കെല്ലാം നമ്മൾ ജോലിക്ക് വിട്ടു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മളോട് എൻക്വയറി ചെയ്യുന്ന അതെ, നമ്മൾ വിട്ട് 2 ദിവസത്തിൽ അവരെ വിളിച്ച് വീട്ടുകാരെ നമ്മുടെ കസ്റ്റമേഴ്സിനെ വിളിക്കും, ജീവനക്കാരെ വിളിക്കും. അവരുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇത് പ്രശ്നമുണ്ടെങ്കിൽ അവളാണ് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കും. 2 ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ എടുക്കലുണ്ട്. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ജോലി ചെയ്യുന്നവരുണ്ട്. ഇറങ്ങി കഴിയുമ്പോൾ അവർക്കിപ്പം എന്താണ് നമുക്ക് ജോലി കണ്ടിന്യൂ വരുന്നുണ്ട്. ആരെയും പെൻഡിങ് ഇല്ലാതെ ഇറങ്ങുന്നവർക്ക് അടുത്ത ജോലി കൊടുക്കാനുള്ള പറ്റുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെയാണ് ഇപ്പം റെസ്പോൺസ് ഒക്കെ? നമ്മുടെ നാട്ടിൽ ഉണ്ട്, നല്ല പ്രതികരണമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ മനോരമയിലാണെങ്കിലും ഇവിടുന്ന് ഒത്തിരി ആൾക്കാരെല്ലാം ഈ പേരൻസ് മാത്രമാണ് നാട്ടിലുള്ളത്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് നമ്മുടെ പേര് തന്നെ സ്വാതന്ത്ര്യമാണ്, ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ഇനി ഒരുപാട് മുന്നോട്ട് വളരട്ടെ. കാരണം ഒരുപാട് പേർക്ക് ഒരു സ്വാതന്ത്ര്യമാവട്ടെ. കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു വരുമാന മാർഗം, അതുമല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്താ പറയുക ഒരു സ്വാതന്ത്ര്യത്തിന് ഒരാളെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു ഹോം നേഴ്സിംഗ് സർവീസ് ഒരുപാട് പേര് ഹെൽപ്പ് ആവട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ചേട്ടായുടെ ഈ സ്ഥാപനത്തിന് ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും, നമ്മുടെ നാട്ടുകാർക്കും കാസർഗോഡുകാർക്കും എല്ലാവർക്കും എത്തിക്കുക. ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിനോട്? ഒന്നുമില്ല, എല്ലാവരും വിളിക്കുക. എല്ലാവർക്കും നമ്മളെ കഴിയുന്ന പോലെ സർവീസ്, നല്ല രീതിയിൽ സർവീസ് കൊടുക്കും. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു ഉറപ്പ്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം, ഈ സ്വാതന്ത്ര്യ ഹോം നേഴ്സിംഗ് സർവീസിൽ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടു ജോലിക്ക് ആൾക്കാരെയൊക്കെ അന്വേഷിക്കുന്നവർക്ക്, വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ വീട്ടു ജോലിക്ക് ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷക്കും ഇവിടുന്ന് സ്റ്റാഫിനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശിശു പരിചരണത്തിനും വേണ്ടിയിട്ട്, കുട്ടികളെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെയും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാഫുകളൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ജോലികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ ഓൾറെഡി കൊടുക്കും, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. 88 48 40 70 17, അതും അല്ലെങ്കിൽ 62 82 99 52 81. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്ക്രീനിൽ പോകുന്നു, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തന്നത്. നിങ്ങൾക്ക് എന്നാ പറയുക, ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ നമ്പർ എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ
നമ്പറിൽ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് 88 48 40 70 17. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അന്വേഷിക്കുക എന്താണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും, എന്തൊക്കെയാണ് നിങ്ങൾ ജോലിക്ക് വരുമ്പോഴത്തേന് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാഫുകളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളെ നിങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതിലുപരി വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യാമല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം. കഴിഞ്ഞ ദിവസം എന്നോട് ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു എവിടെയെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചേച്ചിമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പം ഇത് നമ്മളെപ്പോലുള്ളവർ പ്രൊമോട്ട് ചെയ്താലല്ലേ ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, ഇതുപോലെ ഹെൽപ്പ് കിട്ടേണ്ടതായിട്ട് ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഞാൻ എപ്പോഴും ഇത് അടുത്തടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിയാൽ മാത്രമേ ഒരുപാട് പേർക്ക് ഒരു സ്വാതന്ത്ര്യമാകാൻ പറ്റുള്ളൂ, അറിയാലോ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തന്നെ ആവട്ടെ, അല്ലേ അമ്മൂട്ടി? ഒരുപാട് കുടുംബങ്ങളിലുണ്ട് ഇതുപോലെ എന്നാ ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇതുവരെ ജോലി കിട്ടാതിരിക്കുന്നത്, അല്ലേ അമ്മൂട്ടി? അപ്പം അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒരു ഇതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിന് ഒരാളെ വേണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഒരു സ്ഥാപനത്തിലൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കും, അല്ല മുട്ടി? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യണേ. കാരണം എല്ലാവർക്കും ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആണ്, എനിക്ക് ഉറപ്പാണ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോയും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.